ചെറിയൊരു ബ്രേക്കിന് ശേഷം എൻ്റെ ഡയറ്റ് പ്ലാൻ എല്ലാം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് നേരെ നമ്മളെത്തി നമ്മുടെ കുറവങ്കോണത്തുള്ള സമ്മിൽ റഹ്മാനിലേക്ക്. ഇവിടുത്തെ ബിരിയാണി എന്തായാലും ട്രൈ ആണല്ലോ. ആദ്യം തന്നെ അട്രാക്ട് ചെയ്ത ഈ ഒരു ലൈറ്റാണ്. ഈ ലൈറ്റും കുത്തി കുറച്ച് നേരം ഞാൻ അവിടെ വീഡിയോ എടുത്തിരുന്നു. എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പം നിലവിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും കഴിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയും. അങ്ങനെ എൻ്റെ ബിരിയാണി എൻ്റെ ടേബിളിലേക്ക് വന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട അടുത്തൊരു പിക്കിൾ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മളെടുത്തപ്പോൾ എനിക്ക് പണ്ട് ഈ ബിരിയാണി ഓർമ്മ നമ്മുടെ പണ്ട് മറൈൻ ഡ്രൈവിൽ റഹ്മാനി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മുടെ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്തതാണ്. സംഗതി അവിടെ ഫ്ലോപ്പായി, പക്ഷേ ഇവിടെ ഫ്ലോപ്പ് ആവുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ ഇതേ കണക്ക് നമ്മൾ പെട്ടിയിലാക്കിയതിന് ശേഷം നേരെ അതിൽ നിന്ന് ഒരു പീസ് ചിക്കൻ എടുത്തു. പറയാണ്ടിരിക്കാൻ വയ്യ, വെൽ കുക്ക്ഡ്, നല്ല കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ. എന്ത് സ്മൂത്തായിട്ടാണെന്ന് അറിയാം സാധനം ഇങ്ങനെ ഇളകി വരണത്. ബിരിയാണികളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയ അരികളുടെ ബിരിയാണികളാണ് ഇഷ്ടം കേട്ടോ. പിന്നെ 235 രൂപയ്ക്ക് ഈ ബിരിയാണി വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇവരുടെ പ്രധാന ഹൈലൈറ്റ് ഈ കാണുന്ന പിക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു പിക്കിൾ ഡേറ്റ്സിൻ്റെ പിക്കിളും അതിൻ്റെ കൂടെ ശക്കലം പീസ് ചിക്കനും ആ കാണുന്ന സാലഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ വേറെ ടേസ്റ്റാണ്. എനിക്ക് എന്തായാലും ഓവറോൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഇപ്പം നിലവിലുള്ളതിൽ ബെസ്റ്റ് ബിരിയാണി എന്ന് ഞാൻ പറയാനുള്ളത്. ബിക്കോസ് ബെസ്റ്റ് ബിരിയാണി എൻ്റെ കണ്ണിൽ എപ്പോഴും പാരഗൺ തന്നെയാണ്. പാരഗൺ കഴിഞ്ഞ് അജുവ, എന്തായാലും അത് കഴിഞ്ഞിട്ടൊരു സ്ഥാനം നമ്മുടെ സമ്മിൽ റഹ്മാനിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂണീക്ക് ടേസ്റ്റ് യൂണീക്ക് അഭിപ്രായങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു.